അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ അവരെ ഇല്ലാതാക്കുന്ന, അവരെ കൊല്ലണം എന്നുള്ള നിയമം, അവരുടെ കൈകാലുകൾ ഛേദിക്കണം എന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. അത്രേ ഇത്രേ ഉള്ളു കാര്യം. പെണ്ണ്, പണം, അധികാരം, ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയിട്ട് മമ്മദണ്ണനുണ്ടാക്കിയ ഒരു തട്ടിപ്പു മാത്രമാണ് ഈ സ്വർഗം. മമ്മദണ്ണന് സുഖമായി ജീവിക്കണമായിരുന്നു. പെണ്ണ് അദ്ദേഹത്തിന് ഹരമായിരുന്നു. അധികാരം അതൊരു ലഹരിയായിരുന്നു. ഇതൊക്കെ വെച്ച് പാവപ്പെട്ട വിശ്വാസികളെ പരലോകം പറഞ്ഞു പീഡിപ്പിച്ച് അറേബ്യയിലെ ആ കാലഘട്ടത്തില് നൂറുകണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്ന, നൂറുകണക്കിന് ബിംബങ്ങൾ ഉണ്ടായിരുന്ന, പ്രതിമകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് അതിലൊന്നിനെയും മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിന് രൂപമില്ല എന്ന് പറഞ്ഞ് അതിനെ അൽ ലോഹു എന്ന് പേരുമിട്ടിട്ട് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ഈ പടച്ചോന്റെ മക്കളാണ് എന്നിവരറിയാതെ പോയി. പിന്നീട് വന്ന ആളുകൾ മനസ്സിലാക്കി 3 പെൺമക്കളുള്ള ദേവനാണ് പടച്ചോൻ. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വചനങ്ങൾ ഒരു പുസ്തക രൂപത്തിലാക്കി ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് സൽമാൻ റുഷ്ദിയെ കൊല്ലാമെന്നത്. ഇത് എന്തുവാണ് ഇത്? ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്വർഗവും സെക്സും സുഖാനുഭൂതികളെ കുറിച്ചും പറഞ്ഞ് ഈ പാവങ്ങളെ കമ്പികളാക്കി ഇവരെന്തോ ഉണ്ടാക്കി ഇത്രയും കാലമായിട്ട്. ചോരപ്പുഴി ഒഴുക്കി സമാധാനമായി ജീവിച്ചിരുന്ന നാടുകളിലെല്ലാം ആ സമാധാനത്തിന്റെ വിത്തുകൾ പാകി. അല്ലാതെ എന്തോ ഉണ്ടാക്കി ഇവരെ. ഇസ്ലാമിന്റെ മുഖ്യ ആശയം തന്നെ എന്താണ്? മറ്റു മതങ്ങളെ ഇല്ലാതാക്കണം. യഹൂദന്മാര് വേണ്ട, നസ്രാനികൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട, ഹിന്ദുക്കൾ വേണ്ട, ബുദ്ധന്മാർ വേണ്ട, അവരുടെ എല്ലാ മത നിയമങ്ങളും മോശമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം, അറിയിക്കണം. അറേബ്യയിലെ ഗോത്ര നിയമങ്ങളാണ് ഇതെല്ലാം. ബാക്കി എന്താണ്? മുഹമ്മദിന്റെ കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മുഹമ്മദിന് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി അതിനകത്തൊന്ന് ചേർക്കാനുണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ട് ചേർത്തു. മയക്കുമരുന്നിനേക്കാൾ ലഹരിയുള്ള ഒരു തരം ലഹരിയാണ് ഈ ഇസ്ലാം എന്ന മതം. പെണ്ണും പണവും അധികാരത്തിനു വേണ്ടി നബി അണ്ണൻ തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനം മാത്രമാണ്. നിർത്തമെന്ന് പറയുന്നു. നബിയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ വിമർശിക്കുന്ന ആളുകളെ കൈകാലുകൾ ഛേദിക്കാൻ നിയമമുണ്ടാകണമെന്ന്, അവരെ കൊല്ലാൻ നിയമമുണ്ടാകണമെന്ന്. കണ്ടില്ലായിരുന്നു ആ വീഡിയോ? കാണിച്ചു തരാമേ. ഇവരൊക്കെ എന്തുവാണെന്ന് ഇവരൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്? എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാകാത്ത ഏക വിഭാഗമാണ് ഇവര്. എവിടെയാ ഭീകരന്റെ വീഡിയോ? നോക്കട്ടെ. ഉടനെയൊന്നും ഇവരിൽ വെളിവുണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. നല്ല മാതൃക. അതെ, 33-ന്റെ 50-ലുണ്ട് നബിയുടെ പിടിച്ചാ കിട്ടാത്ത മാതൃക. പോയെന്നിട്ട് കേട്ടു നോക്ക്. ആരെ വേണമെങ്കിലും കെട്ടാം. നബിയുടെ ലക്ഷ്യം ഭോഗമായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമന്റ് ചെയ്തപ്പോൾ എൻ്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ, ഒരു മുഖമില്ലാത്ത വ്യക്തി, ഒരു റീൽ ചെയ്തു. അത്യാവശ്യം റീച്ചായി. എന്നിട്ട് എൻ്റെ DM-ലും കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ കമന്റ്
ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ നോക്കിക്കോണേ, ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മാന്യത പ്രതീക്ഷിക്കുവാണ്. ഒന്ന്, ഞാനൊരു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവൻ എന്താ പറഞ്ഞെന്നറിയാമോ? അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്ത് കഴിഞ്ഞാൽ അവരെ കൊല്ലാനും കയ്യും കാലും വെട്ടാനും ഇവിടെ നിയമം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അത് തീവ്രവാദം അല്ലെന്നാണ് കക്ഷി പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇസ്ലാമിൽ അങ്ങനെയാണ്. ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദം നബിയുടെ 20 മക്കളിൽ 20 പ്രസവത്തിൽ ഹവ്വയ്ക്കുണ്ടായിട്ട് 40 മക്കളാ. ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവരെ പരസ്പരം കെട്ടിച്ചു വെച്ച ആദം നബി എന്ന് പറഞ്ഞ ടീൻസാണ് ഇവര്. വിമർശിക്കാം, ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. അത് അറിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയുള്ളതാണ്. എല്ലാവരും ഉണ്ട് ഇന്ത്യയിൽ കാര്യമായതുകൊണ്ട്. ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇസ്ലാമിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക, ഇസ്ലാമിനെ അങ്ങോട്ട് തകർക്കുക. ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത്. എല്ലാ ആളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ വർഗീയത, തീവ്ര ചിന്ത, ഇതൊക്കെ വെച്ച് ഇസ്ലാമിനെ, എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാമിനെയാണ് കൂടുതലും എന്താ പറയുക വിമർശനം, അല്ലെങ്കിൽ മുഹമ്മദ് നബിനെയൊക്കെ പച്ചയ്ക്ക് തെറി, വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഉസ്താദുമാരിനെ, നല്ല ഉസ്താദുമാരിനെ പിന്നെയൊക്കെ വിമർശിക്കുന്നത്. അതായത് ചീത്ത, ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇസ്ലാം അനുവദിച്ച ഒരു ഹദീസ് എഴുതിയിട്ടുണ്ട്, ഭാര്യയുടെ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭാര്യയും നിനക്ക് അനുവദനീയമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1105 ഹദീസാണ്. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ പോലെയാണ്. എന്തു പറയുന്നു? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇതിനകത്ത് മാന്യത പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും. ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം. ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ, അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വാസമായാലും ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യം ഇസ്ലാമിന് മനുഷ്യൻ ഇത് പറഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമൻറ്റ്. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ കമൻറ്റ്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആവും. മനസ്സിലായോ? ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിൽ കൊണ്ടുവരണമെന്നാ മുറിയൻ പറയുന്നത്. ശരീഅത്ത് നിയമം ഇന്ത്യയിൽ വരണമെന്നാ പറയുന്നത്. ജനാധിപത്യം തകരണമെന്നാ പറയുന്നത്. ഇസ്ലാം എന്ന മതമല്ലാതെ ഇന്ത്യയിൽ പാടില്ലെന്നാ പറയുന്നത്. മറ്റു മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ ഇസ്ലാമിനനുകൂലമായി ഒതുങ്ങി കഴിയണമെന്നാണ് അവനാ പറയുന്നത്. മനസ്സിലായില്ലേ? എല്ലാ സമാധാനവും ഇന്ത്യ പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ, അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വാസമായാലും ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യം ഇസ്ലാമിന് മനുഷ്യൻ ഇത് പറഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമൻറ്റ്. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ കമൻറ്റ്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആവും, അല്ലെങ്കിൽ എല്ലാ സമാധാനവും. ഇന്ത്യ വർഗീയത ഇല്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളും അതെ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികൾ ആരും ചെയ്യില്ല. അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും. പിന്നെ ഈ ശിക്ഷനെ നടപ്പിലാക്കണമെന്നില്ല, ഈ കൈകാലുകൾ വെട്ടണം, ഈ ശിക്ഷനെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല. അത് ഇന്ത്യ കോടതി തീരുമാനിക്കില്ല. അവർ ഇല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവർക്ക് ജയിലിൽ ജീവിതം അങ്ങനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ. ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി, അത് ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു. അതാണ്. ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും, മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു, ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു, അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും.
അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമല്ല, എല്ലാവരും. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമന്റ് ഇട്ടത്. പിന്നെ അതിന് താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും, ഇനി അധിക ടൈമില്ല അതിന്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര്. നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇമാം മഹദി എന്ന് തന്നെ, മുഹമ്മദ് എന്നല്ല. പഠിച്ചിട്ട് വാച്ചല്ല. അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം, ഇസ്ലാമിക നിയമം, നീതി ഈ ലോകത്ത് നടപ്പിലാക്കും. ലോകത്ത് പലരും, ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും. പലസ്തീനികൾ പുഞ്ചിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമന്റ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ ഇസ്ലാം മദ്രസയിൽ പോയിട്ടുണ്ട്, ഇസ്ലാം പഠിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും ഒരു ഉസ്താദുമാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ്, മറ്റു മതക്കാരെ ആക്രമിക്കണം, കത്തി കുത്തണം, വാളെടുത്ത് വെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇസ്ലാമിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഖുർആനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് ഓരോ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാത്രം. അപ്പം ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലായി. കണ്ടില്ലേ, ഇന്ത്യയെ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും, തിരിയേണ്ടവർക്ക് തിരിയും, അല്ലാത്തവര് നട്ടം തിരിയും. നിങ്ങൾ ആരും വിചാരിക്കരുത് ഇവൻ ഒരു പൊട്ടനാണ്, ഇവൻ പറഞ്ഞത് മഹാപൊട്ടത്തരമാണ്. ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഏതാണ്ട് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുടെ ഉള്ളിലും ഇത് തന്നെയാണ് പ്രമാണം.